ഇന്നത്തെ എപ്പിസോഡിന്റെ അവസാനം നെവിൻ പുള്ളിക്ക് ലഭിച്ച ആ ഒരു മന്തി, അതേപോലെ ഐസ്ക്രീം, ചോക്ലേറ്റ്, ചിപ്സ്, ജ്യൂസ് അതെല്ലാം തന്നെ എടുത്ത് ആദിലാനൂറ, അനുമോൾ, ശൈത്യ ഇവരുടെ എല്ലാവരുടെയും കൂടെ ഷെയർ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. എപ്പിസോഡിന്റെ അവസാനമാണ്. ജ്യൂസ് ഒക്കെ എടുത്തിട്ട് അതിനകത്ത് പഞ്ചസാര വെള്ളമൊക്കെ കലക്കി ഒഴിക്കുന്നുണ്ട് നെവിൻ. ജിസേലിന്റെ ജ്യൂസാണ് അത്. ആ ഒരു ജ്യൂസിന്റെ പാക്കറ്റ് ജിസേലിന്റെ ആണ്. അനുമോളുടെ ഐഡിയ ആയിരുന്നു ജ്യൂസിൽ നമുക്ക് വെള്ളം ഒഴിക്കാം എന്നുള്ളത്, പഞ്ചസാര കലക്കി നമുക്ക് വെള്ളം ഒഴിക്കാം എന്നുള്ളത്. ജിസേൽ കുളിക്കുന്ന സമയത്താണ് നെവിനും പിന്നെ ഈ പറഞ്ഞ ഈ 3 പേരും കൂടി ഇത് ചെയ്യുന്നത്, കൃത്യം ചെയ്യുന്നത്. ഇന്ന് ജിസേൽ കുളി കഴിഞ്ഞ് വന്നതും ജിസേലിനെ പുള്ളി കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ജിസേൽ പറയുന്നത് വളരെ അൺഫെയർ ആണ്, കാരണം 7 പേര് ആക്ടിവിറ്റി ഏരിയയിൽ കഷ്ടപ്പെട്ട് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ സാധനങ്ങൾ എടുക്കുന്നത് തെറ്റാണ്, നമുക്ക് നാളെ കൊടുക്കാം എന്നുള്ള രീതിയിലൊക്കെ ജിസേൽ പറയുന്നുണ്ട്. ടീം വരാതെ തൊടരുത്, എടുക്കരുത് എന്നും അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞ് ജിസേൽ നെവിനെ പറപ്പിക്കുന്നുണ്ട്. ജിസേൽ അന്നപ്പോൾ കൺവിൻസ് ആയതായിരുന്നു. നെവിൻ ഇങ്ങനെ പറയുന്നുണ്ട്, ഓരോ കാര്യങ്ങൾ ഇംഗ്ലീഷിലൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇതിന്റെ കുറെ കഴിഞ്ഞ് നെവിൻ ഉറങ്ങാൻ കിടന്നതും ജിസേൽ അവിടെ പോയി നെവിന്റെ അടുത്ത് പോയി വഴക്കുണ്ടാക്കുന്നുണ്ട്. എപ്പിസോഡിൽ അത് നല്ല വൃത്തിക്ക് കാണിച്ചിട്ടുണ്ട്. ഈ പറയുന്ന എല്ലാം എപ്പിസോഡിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട്, വേണേ എടുത്തു പോയി കാണാം. ഇംഗ്ലീഷിലാണ് ജിസേൽ നെവിനെ വഴക്ക് പറയുന്നത്. നീയും അനുമോളും തമ്മിൽ ഒരു ഡിഫറൻസും ഇല്ല, എന്റെ കാജു കട്ട്ലി എന്തിനെടുത്തു, ഇവിടെ ഇരിക്കുന്ന ഇഡിയറ്റ്സിന് ഫുഡ് ഷെയർ ചെയ്യാൻ ആര് പറഞ്ഞു, അകത്ത് അത്രയും ടീം അവിടെ കഷ്ടപ്പെട്ട് കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണെന്നൊക്കെ പറഞ്ഞിട്ട് വായ്പടിച്ചതെല്ലാം ജിസേല് നമ്മുടെ നെവിനെ പറയുന്നുണ്ട്. അത്യാവശ്യം ഉറക്കെ തന്നെയാണ് ജിസേൽ വഴക്ക് പറയുന്നത്. അപ്പോൾ അനുമോൾ എണീറ്റിട്ട് പോടിയെന്നോ അങ്ങനെ എന്തോ പറയുന്നു. ഉടനെ ജിസേലും അതിനെ റിയാക്ട് ചെയ്യുന്നുണ്ട്. ഫുൾ ഡേ നീ ഓരോരുത്തരെ അബ്യൂസ് ചെയ്താണ് ഇവിടെ ജീവിക്കുന്നത്, മാനർലെസ് വുമൺ, നീ പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് യു സേയിങ് എന്നൊക്കെ പറഞ്ഞ് ജിസേൽ അനുമോളെ എന്തൊക്കെയോ പറയുന്നുണ്ട്. കാജു കട്ട്ലി എടുത്തതാണ് ജിസേലിന് ട്രിഗർ ആയത്, അതെടുത്ത് അനുമോൾക്ക് കൊടുത്തതാണ് അതിലേറെ ട്രിഗർ ആയത്. ജിസേലിന് അത്രയും കലിപ്പാവുന്നത് അതുകൊണ്ടാണെന്നാണ് തോന്നുന്നത്. നല്ല രീതിയിൽ തന്നെ എപ്പിസോഡിൽ കാണിച്ചിട്ടുണ്ട്, അവിടെ വെച്ച് കട്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നാളെ ഹൗസിൽ നടക്കാൻ പോകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഈ ഒരു സംഭവമാണെന്നാണ്. ജിസേൽ പറഞ്ഞതും ചോദിച്ചതുമായ കാര്യങ്ങൾ ന്യായമുള്ളതാണ്. എല്ലാവർക്കും വേണ്ടി അവിടെ 7 പേര് പണിയെടുക്കുമ്പോൾ അത് രാത്രി ഉറക്കം ഉളച്ചിരുന്ന് കാളരാത്രിയാക്കി പണിയെടുക്കുമ്പോൾ ഈ കട്ട് തിന്നുന്നത് ശരിയായ കാര്യമൊന്നുമല്ല. അതിപ്പോ എന്ത് ശേഷ്വാധിപതിയായെന്ന് പറഞ്ഞാലും ഈ കട്ട് തിന്നുന്ന പരിപാടി അത്ര നല്ലതല്ല. അതിപ്പോ എന്ത് വിശപ്പിന്റെയോ ക്രേവിങ്സിന്റെയോ പേരിലാണെന്ന് പറഞ്ഞാലും ഓക്കെ, ഇതിന് വിശപ്പെന്നല്ല വേറെ ഒരു സാധനമാണ് പറയുന്നത്. ഓക്കെ, അത്രയും പേര് അവിടെ കഷ്ടപ്പെട്ട് നിന്ന് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോയി എടുത്ത് കട്ട് നിന്ന് ഇത് ചെയ്യുന്നത് ഒട്ടും ശരിയായിട്ടുള്ള കാര്യമല്ല. നെവിൻ ഷോ ക്വിറ്റ് ചെയ്ത് പോകുന്ന വരെ എത്താൻ സാധ്യതയുള്ള ഒരു വഴക്കായിരിക്കാം അത്. ആദിലാനൂറ, അനുമോള്, ശൈത്യ എന്നിവർ തന്നെയാണ് നാളെയും ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് നെവിനെതിരെ. ജിസേലും ഉണ്ട് ഓപ്പോസിറ്റ് സൈഡിൽ. നെവിന് വേണ്ടി നാളെ പ്രധാന വാതില് ബിഗ് ബോസ് തുറന്നു കൊടുക്കുന്നതും ഈ ഒരു പ്രശ്നവും എല്ലാം തന്നെ റിലേറ്റഡ് ആയിരിക്കാം എന്നാണ് തോന്നുന്നത്. നെവിൻ ആ ഒരു പ്രോമോയിൽ ഇപ്പം പുറത്തിറങ്ങിയ ഒരു പ്രോമോയ്ക്കകത്ത് നെവിൻ പറയുന്നത്, നീ ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കില്ല എന്നുള്ള രീതിയിലാണ്. അനുമോളെ പറ്റിയാണ് പറയുന്നത്, അനുമോളുടെ അടുത്താണ് പറയുന്നത്. ഇന്നത്തെ എപ്പിസോഡിനകത്തും അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. അനുമോളെ ഞാൻ ഇവിടുന്ന് പുറത്ത് ചാടിച്ചിട്ട് ഞാൻ ഇവിടുന്ന് പോവുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോ ഇതൊക്കെ റിലേറ്റഡ് ആയിരിക്കാം എന്നാണ് തോന്നുന്നത്. ജിസേല് പോലും നെവിനെതിരാവുന്ന ഒരു സാഹചര്യം നാളെ നമ്മൾ കാണും. അത്രയും നാടകീയമായ ലെവലിലുള്ള ഓരോ സംഭവങ്ങളാണ് നാളെ ബിഗ് ബോസ് ഹൗസിനകത്ത് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. കണ്ടു തന്നെ അറിയാം എന്താണ് സംഭവം എന്നുള്ളത്. ഞാൻ ഒരു ഗസ് പറഞ്ഞതാണ്, ഇതുമായിട്ട് റിലേറ്റഡ് ആയിരിക്കാം, അല്ലായിരിക്കാം, വേറൊരു ഫ്രഷ് ഒരു സംഭവം ആയിരിക്കാം. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.